നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അല്ലെങ്കിൽ ഇരിക്കുന്നത് സുഖമാണല്ലോ, അതെനിക്കും അറിയാം. എന്തായാലും നമസ്കാരം. ഞാൻ അശ്വതി, ദേശം കുന്നുംപുറത്തു നിന്ന് വരുന്നു. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു കുറേ ആഗ്രഹങ്ങൾ ചെറുതിലെ. അതിലൊരാഗ്രഹം എനിക്ക് കലശലായിരുന്നു. ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. പക്ഷെ എപ്പോഴാണെന്നറിയോ? ഞാൻ ആഗ്രഹിച്ചപ്പോഴല്ലെന്ന് മാത്രം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടോ കൂടെ? ആരും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടായിരുന്നു ഞാനൊരു വികാര ജീവിയാണ്. ഒന്നുമല്ല, ഞാനൊരു വിചാര ജീവിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 9 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നിയത്. അതിന് കാരണം എൻ്റെ വല്യമ്മാമയാണ്. അമ്മാമ്മ പറയുന്ന പെൺകുട്ടികൾ രാവിലെ നേരത്തെ എണീറ്റ്, അതായത് 4 മണിക്ക് എണീക്കണം, വീട്ടിലെ പണികളൊക്കെ ചെയ്യണം. എങ്ങനെ? അങ്ങ് അകത്തളം മുതൽ പടിപ്പുര വരെ അടിച്ച് തളിച്ച് അകത്ത് വന്നിട്ട് കുളിയും കഴിഞ്ഞിട്ട് വേണം അടുക്കള കയറാനെന്നാണ് പറയാം. ഇങ്ങനെ പണിയെടുത്തെടുത്ത് ഞാൻ മടുത്തു. അങ്ങനെ ഇരിക്കും എൻ്റെ ചേട്ടത്തിക്ക് കല്യാണമായി. കല്യാണം നിശ്ചയം കഴിഞ്ഞതോടുകൂടി ഞാൻ നോക്കുമ്പോൾ ഇയാളെ ഒരു പണി എടുക്കുന്നില്ല. 6 മണിയാകുമ്പോഴത്തേക്കിന് എണീറ്റ് വരും. കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയിട്ടൊരു മൂളിപ്പാട്ടുമൊക്കെ ആയിട്ട് വന്ന് കയറുമ്പോഴത്തേക്കിന് കഴിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ടാവും. ആള് കഴിക്കലും കഴിഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുന്നു. എൻ്റെ കുഞ്ഞു മനസ്സിലൊരു ലഡു പൊട്ടി. കല്യാണമായി കഴിഞ്ഞാൽ ഒരു പണി എടുക്കണ്ട. എൻ്റെ ആ നാട്ടിലുള്ള സകല മനുഷ്യരോടും ഇന്നും എനിക്ക് അവരോട് ആ വൈരാഗ്യമുണ്ട് കേട്ടോ. ഞാൻ എനിക്കറിയാവുന്നവരോടും അല്ലാത്തവരോടുമായിട്ട് എല്ലാവരോടും ചെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വന്ന് എൻ്റെ വീട്ടിൽ പറയാമോ എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. ചിലരെന്നെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി, ചിലർ ഈ കൊച്ചിനെന്താ വട്ടാണെന്നുള്ള ഭാവത്തിൽ നോക്കി, ചിലർ ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിൽ നടന്ന്. എന്നാൽ ഇവറ്റകളൊക്കെ ഉണ്ടല്ലോ, ഞാനൊരു 25 വയസ്സിൽ കല്യാണം കഴിക്കാതെ നിൽക്കട്ടെ, അപ്പം തന്നെ എൻ്റെ പുറകെ എന്താണെന്ന് ചോദിക്കാം, കല്യാണം ആയില്ലല്ലേ എന്ന് ചോദിക്കും. ഇത് നായ ചന്തയ്ക്ക് പോകുന്ന പോലെയാ. ഇത് ചോദിച്ചിട്ട് ഇവർക്ക് ഒരു കാര്യമുള്ളതല്ല, എന്നാലും അവർ ചോദിക്കും. ഉറപ്പ് ഈ പറഞ്ഞ് നിങ്ങളും ചോദിക്കും. എന്തായാലും എൻ്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആഘോഷമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ സമയത്ത് 2 പേരും ഇങ്ങനെ സയാമീസ് ഇരട്ടകളുടെ കൂട്ടാണ് നടന്നിരുന്നത്. ആര് വേർപെട്ടിയാലും ഞങ്ങൾ വേർപെട്ടില്ല എന്ന് പറഞ്ഞ് തലേ പിടിക്കണോ തോളെ കയറണമെന്ന് ഓർത്താണ് നടന്നിരുന്നത്. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏട്ടൻ വന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ, ഏട്ടത്തി വരാണ് പാടവരമ്പത്തോടെ ഒരു വലിയ വയറും ഒക്കെ ആയിട്ട്. പിള്ളേർ കോളേജിൽ പോകുന്നതന്നെ അതുപോലെ ചെല്ലുമ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഇത് കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന്. പക്ഷേ കാലം കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കിന് ഞാനും വലിയ ചേച്ചിയായി. ഞാൻ പറയാതെ തന്നെ എനിക്കും ഒരു കല്യാണം നടത്തി തന്ന എൻ്റെ വീട്ടുകാർ. കല്യാണം കഴിഞ്ഞിട്ടേ 4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ശാന്തി മുഹൂർത്തം ഉണ്ടായിരുന്നത്. ഇനി ഈ ശാന്തി മുഹൂർത്തം എന്താണെന്ന് ഓർത്ത് തലമുണ്ടാക്കൊന്നും വേണ്ട, അങ്ങനെയും ഒരു മുഹൂർത്തം ഉണ്ട്, അത്ര തന്നെ. അങ്ങനെ ഈ ആദ്യ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കല്യാണം കഴിച്ച പയ്യനുണ്ടല്ലോ, അദ്ദേഹം ആദ്യം ചെന്ന് റൂമിലിരിക്കും. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉന്തി തള്ളി അവിടെ കൊണ്ടുവന്ന് വിട്ടാലേ അവർ പോവുള്ളൂ. ഇതാ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസം മുതൽ പെണ്ണുങ്ങൾ ആദ്യം അവിടെ പോയിരിക്കും, മറ്റവരവർക്ക് തോന്നുമ്പോഴേ വരുള്ളൂ. എൻ്റെ ഏട്ടത്തിമാർ ഒരു ഗ്ലാസ് പാലുമായിട്ട് എൻ്റെ റൂമിൻ്റെ വാതൊക്കെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അവരവരുടെ പോക്കിന് പോയി. ഞാൻ പുതിയ പെണ്ണാണല്ലോ, ഞാൻ മെല്ലെ കതക് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ആ മഹാൻ കട്ടിലേൽ പുറംതിരിഞ്ഞ് അങ്ങോട്ട് കിടക്കുകയാണ്, പെരുമ്പാൻ വിരവിഴുങ്ങിയിട്ട് കിടക്കുന്ന പോലെ. ഞാൻ മെല്ലെ ആ ഗ്ലാസും പാലും അവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് കട്ടിലിൻ്റെ സൈഡിൽ വന്നിരുന്നു. ഞാൻ അറിയാതെ, പുതിയ പെണ്ണല്ലേ, ഞാൻ അറിഞ്ഞതേയില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മകഥം പുറത്തു വന്നു. അമ്മേ നാരായണാന്ന്. ഇത് കേൾക്കേണ്ട താമസം അങ്ങോട്ട് കിടന്ന ആ മഹാൻ ഇങ്ങോട്ട് ചാടി തിരിഞ്ഞു വന്നിട്ട്, ഞാനേ ഈ നാട്ടിൽ കാല് കുത്തിയപ്പോൾ തന്നെ എനിക്കൊരു വശപ്പശക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ നാട്ടിലൊക്കെ അമ്മമാർക്കാണല്ലേ നാരായണൻ എന്ന പേര്, എൻ്റെ നാട്ടിലൊക്കെ അച്ഛന്മാർക്കാണ് നാരായണൻ എന്ന പേരെന്ന്. ഒരു ആദ്യ രാത്രി ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളുന്ന വാക്കാണോ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ അവസ്ഥ. എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ആർഭാടമായിട്ട് ആഘോഷമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ്, സന്തോഷമായിട്ടല്ല എന്നെ കെട്ടിയ ആളുമായിട്ട് തന്നെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം 18 വർഷമായി. ഇപ്പം 18 വർഷമായി. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമൊക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പോലും അറിയാതെ വന്നുപോയി. ഇതൊക്കെയാണെങ്കിൽ നല്ല സ്നേഹമുള്ള ആളാണ് കേട്ടോ എൻ്റെ ആൾ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അത് മൂപ്പർക്കൊരു എന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾക്കൊരു കുഞ്ഞു കടയാണ് ടൗണിൽ. എല്ലാ ദിവസവും 6:30 ആകുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകാൻ പോകും. ഞാനൊരു ദിവസം, എല്ലാ ദിവസവും ഞാൻ ഉമ്മറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തും, ആൾ പോവല്ലേ വിചാരിച്ചിട്ട്, ഭാര്യയാണല്ലോ. ഒരു ദിവസം ഞാനവിടെ ചെന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു, ചേട്ടാ എല്ലാം എടുത്തല്ലോ അല്ലേന്ന്. അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കുരിശെടുത്തില്ല എന്ന്. ഞാൻ കുറയോ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഒരു കുരിശ് വേറൊരു കുരിശും ചുമന്ന റോഡിൽ കൂടെ പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല, അങ്ങോട്ട് പോയാട്ടെന്ന് പറഞ്ഞു. ഇതും കഴിഞ്ഞ്
ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ചുരിദാറാണ് ഇടുക. അന്ന് ഞാൻ പതിവിന് വിപരീതമായിട്ട് സാരി ഉടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഒരു 10 പ്രാവശ്യം ഞാൻ കണ്ണാടി നോക്കി. സുന്ദരിയാണോന്ന് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പറഞ്ഞ് വിലയിരുത്തണ്ടേ? എന്താ ഞാൻ സുന്ദരിയല്ലേ? അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയാണെന്ന് സ്വയം ഉറപ്പ് വരുത്തി ഞാൻ മുന്നോട്ട് അങ്ങ് നടന്നു. ഇദ്ദേഹം എൻ്റെ പുറകെ വരികയാണ്. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെന്നിട്ടൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇദ്ദേഹം വരണ്ടോ നോക്കിയതാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചിയായിട്ടൊന്ന് വർത്താനം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെന്നാ ചേട്ടാ ആ ചേച്ചി പറഞ്ഞതെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, നീ സാരിയൊക്കെ ഉടുത്തപ്പോഴേ എൻ്റെ ഇരട്ടി പ്രായം തോന്നുന്നു. ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ പറഞ്ഞതേ കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് തൊട്ട് ഞാൻ വിളിക്കുന്ന ചേട്ടാ ചേട്ടാന്ന്. ഇപ്പം മുതൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾ നല്ല സ്നേഹമുള്ളവനാണ്, സന്തോഷമാണ്, ഞങ്ങളുടെ ജീവിതം നല്ല സുന്ദരനാണ്, സുമുഖനാണ്, ഒരുപാട് ഇഷ്ടമാണ് എന്നെ. അദ്ദേഹത്തിൻ്റെ വീക്കെൻഡ്സ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഉണ്ടല്ലോ, നിങ്ങളുടെ ആണുങ്ങളുടെയൊക്കെ വീക്കെൻഡ്സ് കണ്ടുപിടിക്കാനാണെന്നും പറഞ്ഞ് പോയി ചെന്ന് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് നാളെ അവരെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണ്ട. എല്ലാവരും അവരവരുടെ ആളിനെ കയ്യിലാക്കാനുള്ള വഴികളൊക്കെ നോക്കുക. ഞാൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കയ്യിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും അല്ലേ, കുറേ സമയമായിട്ട് ഞാൻ എൻ്റെ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ എന്ന്. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ ശിഷ്ട ജീവിതമേ ഞാൻ അവിടെ വേണം തീർക്കാൻ. Once upon a time